പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 2 പ്രധാന വാർത്തകൾ. മസ്കത്ത് എക്സ്പ്രസ് വേയിൽ വാഹനാപകടത്തെ തുടർന്ന് ഗതാഗതക്കുരുക്ക്. ഇന്നലെ ഉച്ചയോടെയാണ് മവേല ബ്രിഡ്ജ് എക്സിറ്റിന് സമീപം അപകടമുണ്ടായത്. 2 ട്രക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഏറെ നേരം പ്രദേശത്ത് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. റോയൽ ഒമാൻ പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്യുകയും ചെയ്തു. ബംഗളൂരു, മുംബൈ സെക്ടറുകൾ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലേക്ക് 19 ഒമാനി റിയാലിന് ടിക്കറ്റ് പ്രഖ്യാപിച്ചു ഒമാന്റെ ബജറ്റ് വിമാനമായ സലാം എയർ. കൊളംബോ, കറാച്ചി, പെഷാവർ, മുൾട്ടാൻ, ഇസ്ലാമാബാദ്, ലാഹോർ, സിയാൽകോട്ട് സെക്ടറുകളിലാണ് ഒരു ഭാഗത്തേക്ക് ലൈറ്റ് ഫെയർ വിഭാഗത്തിൽ 19 റിയാലിന് ടിക്കറ്റ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇന്നുകൂടി ഈ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും. സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ നിരക്കിളവ് ലഭിക്കുക. 7 കിലോ ഹാൻഡ് ലഗേജ് മാത്രമാകും സൗജന്യമായി ലഭിക്കുക. കോഴിക്കോട് ഉൾപ്പെടെ വിവിധ സെക്ടറുകളിൽ 25 റിയാലിനും അടുത്തിടെ സലാം എയർ ടിക്കറ്റ് ലഭ്യമാക്കിയിരുന്നു. ഒമാൻ എയറും പ്രത്യേകം നിരക്കിളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രോസറി സ്റ്റോറുകൾ, യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പന, മൊബൈൽ കഫേ അടക്കം വിദേശ നിക്ഷേപകർക്ക് വിലക്കുള്ള വാണിജ്യ പ്രവർത്തനങ്ങളുടെ പട്ടിക പുറത്തിറക്കി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇവയിൽ ഒമാനി നിക്ഷേപകരെ മാത്രമേ അനുവദിക്കൂ. 209/2020 മന്ത്രിതല തീരുമാനത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്താണ് പുതിയ തീരുമാനം പുറപ്പെടുവിച്ചത്. വിദേശ മൂലധന നിക്ഷേപം നിയമത്തിൽ അനുച്ഛേദം 14 അനുസൃതമായാണ് പുതിയ തീരുമാനം. വിദേശ നിക്ഷേപം നിരോധിക്കുന്ന പട്ടിക സംബന്ധിച്ച തീരുമാനം മന്ത്രിക്ക് പുറപ്പെടുവിക്കാമെന്നതാണ് ഈ അനുച്ഛേദം പറയുന്നത്. ഗുണമേന്മയുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും സംരംഭകത്വ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥ പാലിക്കാനാണ് ഈ തീരുമാനം. ഒമാനി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുകയാണ് സർക്കാരിന്റെ മുൻഗണന. തങ്ങളുടെ പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് ഒമാനികൾക്ക് ഇളവ് നൽകുന്നതും പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും മുൻഗണനയിൽപ്പെട്ടതാണ്. പുതുതായി 28 വാണിജ്യ പ്രവർത്തനങ്ങളാണ് ഒമാനികൾക്ക് മാത്രമാക്കിയത്. ഇതോടെ വിദേശ നിക്ഷേപകരെ തടയുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ 123ആയി. ഒമാനിൽ നിക്ഷേപ പദ്ധതി സ്ഥാപിച്ച എല്ലാ ഒമാനിതര വ്യക്തികൾക്കും ഇത് ബാധകമാണ്. നിക്ഷേപകർക്ക് ആകർഷക നിക്ഷേപ അന്തരീക്ഷം ഒരുക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപ നിയമം. ഇളവുകളും സവിശേഷ അവകാശങ്ങളും ഉറപ്പുകളും നൽകി ലോകത്തുടനീളമുള്ള നിക്ഷേപങ്ങളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ സുസ്ഥിരമായ വിദേശ നിക്ഷേപം രാജ്യത്തുണ്ടാകുന്നു. മാത്രമല്ല, നിയമമനുസരിച്ച് കമ്പനികളിൽ വിദേശികൾക്ക് 100% ഉടമസ്ഥാവകാശവുമുണ്ട്. 2000-ലേറെ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങളിൽ വിദേശികൾക്ക് നിക്ഷേപിക്കാൻ അനുവാദമുണ്ട്. മാനേജർ, എഞ്ചിനീയർ, സൂപ്പർവൈസർ, ടെക്നീഷ്യൻ, ഡ്രൈവർ ഉൾപ്പെടെ 38 മേഖലകളിൽ കൂടി പുതുതായി സ്വദേശീവൽക്കരണം ഏർപ്പെടുത്തി തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കി. 4 ഘട്ടങ്ങളിലായാണ് സ്വദേശീവൽക്കരണം പ്രാബല്യത്തിൽ വരിക. ഇവയിൽ ഭൂരിഭാഗം തസ്തികകളും ഒമാനികൾക്ക് മാത്രമാകുന്ന ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ചില തസ്തികകളിലെ സ്വദേശീവൽക്കരണം അടുത്ത വർഷം ജനുവരി 1 മുതലും മറ്റ് ചില തസ്തികകളിലെ സ്വദേശീവൽക്കരണം 2026 ജനുവരി 1 മുതലും ബാക്കിയുള്ളവ 2027 ജനുവരി 1 മുതലും നടപ്പാവും. വിവിധ മേഖലകളിൽ സ്വദേശി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പുതിയ സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നത്. ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് തുടർ നടപടികളും ഉണ്ടാകും. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ അംഗങ്ങൾക്ക് പ്രത്യേക കിഴിവുകൾ പ്രഖ്യാപിച്ച് കിംസ് ഒമാൻ ഹോസ്പിറ്റൽ. ദാർസെയ്ത്ത്, അൽഖുവൈർ ആശുപത്രികളിലാണ് ചികിത്സാ ചെലവുകളിൽ ഇളവ് നൽകുക. കിംസ് ഹോസ്പിറ്റൽ HR അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവൺമെന്റ് റിലേഷൻസ് മേധാവി നെയ്ഫ് ഹബീബ് അൽ സദ്ജലിയും വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാറും ഒപ്പുവെച്ചു. മറ്റു പ്രതിനിധികളും ചടങ്ങിൽ സന്നിധരായിരുന്നു. റെഫ്രിജറേറ്റർ ട്രക്ക് ഡ്രൈവർ തൊഴിൽ ഒമാനികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയുള്ള ഉത്തരവ് പ്രാബല്യത്തിൽ. എല്ലാ വലിപ്പത്തിലുമുള്ള ശീതീകരിച്ച ട്രക്കുകൾ ഓടിക്കാൻ ഒമാനി പൗരന്മാർക്ക് മാത്രമേ അനുമതിയുള്ളൂവെന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ നയത്തിന്റെ ഭാഗമാണ് ഈ മേഖലയിലെ സ്വദേശീവൽക്കരണം. ഇത് വ്യവസായത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതായും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. ഈ നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിൽ നിന്നുള്ള ലാൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർമാർ പരിശോധനകൾ നടത്തും. പുതിയ നിബന്ധനകൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. രാജകീയ ഉത്തരവ് 10/2016 എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച മന്ത്രിതല തീരുമാനം നമ്പർ 2022/235 എന്നിവ പ്രകാരം
പുറപ്പെടുവിച്ച ഗതാഗത നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന മന്ത്രാലയത്തിന്റെ അധികാരവുമായി വരുന്നതാണ് ഈ നിയമമെന്നും അധികൃതർ വ്യക്തമാക്കി. BNI ഒമാന്റെ സലാം ചാപ്റ്റർ 1-ാം വാർഷികം ആഘോഷിച്ചു. ബിസിനസ് ഉടമകളുടെ ഉച്ചകോടിയോടെയായിരുന്നു ആഘോഷം. വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ ഇൻവെസ്റ്റ് ഒമാനിലെ ക്ലിയറൻസ് അഫയേഴ്സ് മേധാവി അബ്ദുൽ അസീസ് അൽ ഫഹദിയുടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഒമാനിലെ നിക്ഷേപത്തിന്റെ എളുപ്പവും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നൽകുന്ന വിപുലമായ പിന്തുണയും അദ്ദേഹം വിശദീകരിച്ചു. ഒമാന്റെ അനുകൂലമായ നിക്ഷേപ കാലാവസ്ഥയും ബിസിനസ് വളർച്ച സുഗമമാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും അൽ ഫഹദി പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. ഖരീഫ് കാലത്തോടനുബന്ധിച്ചൊരുക്കിയ സലാല ഭക്ഷ്യമേള സമാപിച്ചു. സലാല സൂക്ക് ഷാത്തി അൽ ഫഹയിൽ നടന്ന മേളയിൽ ആയിരക്കണക്കിന് ഭക്ഷണപ്രിയരാണ് പങ്കാളികളായത്. വാരാന്ത്യ അവധി ദിനങ്ങളിലാണ് കൂടുതൽ പേരെത്തിയത്. സലാല ഭക്ഷ്യമേളയുടെ 3-ാം എഡിഷനാണ് ഇത്തവണ അരങ്ങേറിയത്. നിരവധി ഭക്ഷ്യ സ്റ്റാളുകളിലായി 100 കണക്കിന് രുചിവൈവിധ്യങ്ങൾ സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു. ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംരംഭകരുടെ വേദി കൂടിയായി ഭക്ഷ്യമേള മാറി. വീടുകളിൽ ഭക്ഷണമൊരുക്കുന്ന സംരംഭങ്ങളും 10 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയുടെ ഭാഗമായി. മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്റർ മലയാളി വിദ്യാർത്ഥികൾക്കായി ചിത്രജാലകം 2024 എന്ന ചിത്രരചന കളറിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 11:30 വരെ റൂവി ലുലു ഹൈപ്പർ മാർക്കറ്റ് വേദിയിൽ നടക്കുന്ന മത്സരങ്ങളിൽ KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവസരം ലഭിക്കും. പ്രവേശനം തികച്ചും സൗജന്യമാണെന്നും പ്രസിഡന്റ് സിദ്ദീഖ് ഹസൻ, ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ എന്നിവർ അറിയിച്ചു. ലോകകപ്പ് യോഗ്യതയുടെ 2ാം ഘട്ട മത്സരങ്ങൾക്കൊരുങ്ങുന്ന ഒമാൻ ടീമിന് ആവേശമായി ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി യസീൻ ബിൻ ഹൈതം അൽ സയീദിന്റെ പരിശീലന ക്യാമ്പ് സന്ദർശനം. ടീം ക്യാമ്പ് ബൗഷർ സുൽത്താൻ ഖാബു സ്പോർട്സ് കോംപ്ലക്സിൽ പുരോഗമിക്കുകയാണ്. ഇവിടെ എത്തിയ മന്ത്രിയെ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ ചേർന്ന് സ്വീകരിച്ചു. പരിശീലകരുമായും താരങ്ങളുമായും ക്യാമ്പ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സയ്യിദ് യസീൻ ടീമിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്ന ചെമ്പടയ്ക്ക് പിന്തുണയുമായി സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം ഒമാൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വി ആർ ഓൾ വിത്ത് യു ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ക്യാമ്പയിന്റെ വ്യത്യസ്ത പരിപാടികളിൽ പങ്കാളികളാവുകയും ഒമാൻ ടീമിന് ആവേശം പകരുകയും ചെയ്യും. ടൂർ ഓഫ് സലാല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 4ാം പതിപ്പ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 8-ന് ആരംഭിച്ച് 4 ഘട്ടങ്ങളിലായി അരങ്ങേറുന്ന മത്സരങ്ങൾ 11-ന് അവസാനിക്കും. ഇന്റർനാഷണൽ സൈക്ലിംഗ് യൂണിയന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ചാണ് ടൂർ ഓഫ് സലാല നടന്നുവരുന്നത്. ഖരീഫ് സഞ്ചാരികൾ കൂടി ഏറെ ആവേശം പകരുന്നതാകും സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. ഒമാൻ സൈക്ലിംഗ് അസോസിയേഷൻ ദോഫാർത്ത് നഗരസഭയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്ന ടൂറിൽ നിരവധി ടീമുകളിലായി 100ഓളം സൈക്ലിസ്റ്റുകളാണ് പങ്കെടുക്കാറുള്ളത്. 4 ഘട്ടങ്ങളുടെയും ആരംഭ സ്ഥലങ്ങളും ലക്ഷ്യസ്ഥാനങ്ങളും യാത്രാദൈർഘ്യവും മത്സരപാതയും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ടൂർ മികച്ച രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. മറ്റു യാത്രക്കാരുടെ പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് ഇത് നേരത്തെ പ്രഖ്യാപിക്കും. വേൾഡ് ടൂർ റാങ്കിങ്ങിൽ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്ന റൈഡർമാരുടെ സാന്നിധ്യം ടൂർ ഓഫ് സലാലയെ ശ്രദ്ധേയമാക്കുന്നു. മികച്ച കോണ്ടിനെന്റൽ ടീമുകൾക്കൊപ്പം അൾജീരിയ, തായ്ലൻഡ്, സൗദി അറേബ്യ, UAE, ഇറാൻ, ഒമാൻ, ഇറാഖ് എന്നീ ദേശീയ ടീമുകളാണ് കഴിഞ്ഞ തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇത്തവണയും കൂടുതൽ ടീമുകൾ എത്തുമെന്നാണ് ഒമാൻ സൈക്ലിംഗ് അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.